നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം 40,000 രൂപ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളമാക്കുക എന്നുള്ളത്. കേരളത്തിലെ ശമ്പളം കേരളത്തിലെ സർക്കാർ നഴ്സുമാർക്ക് തുല്യമായി കൊടുക്കണമെന്ന് 2016 ജനുവരി 16 ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞു. അവർ മാലാഖമാരെല്ലാം മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതി ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. 2016 നമുക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ തുക 10 വർഷത്തിനിപ്പുറം നമ്മൾ ആവശ്യപ്പെടുന്നു. അപ്പൊ ചിലർ ചോദിക്കുന്നു, ഇലക്ഷൻ അടുത്തപ്പോ നിങ്ങൾ എന്താ സമരവും കൊണ്ട് ഇറങ്ങിക്കണം, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണോ? ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ 28 ലക്ഷം നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളുടെയും കരുത്ത് എന്താണെന്ന് ഈ ഇലക്ഷനിൽ നിങ്ങൾ അറിയും. പക്ഷേ നഴ്സുമാരുടെ അവകാശങ്ങൾ ലംഘിക്കാൻ തീരുമാനിച്ചാൽ ഏത് സർക്കാരിനെയും മുട്ടുകുത്തിക്കാനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിനുള്ളത് വരും ദിവസങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. നമസ്കാരം. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ശമ്പളം 40,000 രൂപ ആക്കണം എന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിൽ മാനവീയം വീതിയിൽ വമ്പൻ പരിപാടി നടന്നിരുന്നു. 10,000 കണക്കിന് നഴ്സുമാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഈയൊരു പരിപാടിയിൽ UNയുടെ എല്ലാമായ ജാസ്മിൻ ഷാ സംസാരിക്കുകയാണ്. കഴിഞ്ഞൊരു മാസമായി നാം ഒരു സുശക്തമായിട്ടുള്ള സമരത്തിലാണ്. ആ സമരത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 21 ആശുപത്രിയിലെ മുഴുവൻ സ്ഥാനങ്ങളിലും 3-1 ആളുകളെ അണിനിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ നൽകിക്കൊണ്ട് മറ്റുള്ളവർ പണിമുടക്കിക്കൊണ്ട് തൃശ്ശൂർ നമ്മളൊരു കൺവെൻഷൻ നടത്തുകയുണ്ടായി. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം 40,000 രൂപ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളമാക്കുക എന്നുള്ളതാണ്. വീരകുമാർ കമ്മിറ്റി, ബലരാമൻ കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമ്പൂർണ്ണമായി നടപ്പിലാക്കുക എന്നുള്ളതാണ്. നഴ്സുമാരുടെ ശമ്പളത്തിനനുസരിച്ച് ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരുടെയും ശമ്പളം പുനഃപരിശോധിക്കുക, പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ നഴ്സിംഗ് അധ്യാപകരുടെ ശമ്പളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം UGC ശമ്പളം തന്നെ എല്ലാ അധ്യാപകർക്കും നൽകുക എന്നുള്ള വളരെ ന്യായമായ ആവശ്യങ്ങളാണ്. അതിൽ 40,000 രൂപ എന്നുള്ള നമ്മുടെ മുദ്രാവാക്യം ചിലരും ചോദിക്കുന്നു, സ്വകാര്യ ആശുപത്രികളെ ശമ്പളത്തിന് നിങ്ങൾ എന്തിനാണ് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ മിനിമം വേതനം പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ്. 2018 ഏപ്രിൽ 23 അവസാനമായി ഒരു ശമ്പള പരിഷ്കരണം നടത്തിയത്. 2016 അവർക്ക് നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന് നൽകണമെന്ന് പറഞ്ഞത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി 2014 പറഞ്ഞു. അതുപോലെ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജഗദീഷ് പ്രസാദ് കമ്മിറ്റി കേന്ദ്ര സർക്കാർ നിയോഗിച്ച അവർ 29 സംസ്ഥാനങ്ങളിലും മുഴുവൻ കേന്ദ്ര ഭരണപ്രദേശങ്ങളിലും പോയി തെളിവെടുപ്പ് നടത്തി കൃത്യമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തപ്പോൾ കേരളത്തിലെ ശമ്പളം കേരളത്തിലെ സർക്കാർ നഴ്സുമാർക്ക് തുല്യമായി കൊടുക്കണമെന്ന് 2016 ജനുവരി 16 ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞത്. 2016 മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. എൻ്റെ അറിവിൽ 3 തവണ ഈ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് അയച്ചിരുന്നു. പക്ഷെ സംസ്ഥാനത്ത് 2018 ഏപ്രിൽ 23 UNAയുടെ ശക്തമായ സമരത്തിന്റെ ഫലമായി 20,000 രൂപ അടിസ്ഥാന ശമ്പളം ഇറക്കിയപ്പോൾ നമ്മോട് പറഞ്ഞു 3 വർഷത്തിനകം ശമ്പള പരിഷ്കരണം നടത്തും. അതൊരു കബളിപ്പിക്കലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചു. 2023 ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3 മാസത്തിനുള്ളിൽ നഴ്സുമാരുടെ സംഘടനയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ആ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് പറഞ്ഞു. നിപ്പ വരുമ്പോ, കൊറോണ വരുമ്പോ നമ്മളെ മാലാഖമാരായി വാഴ്ത്തുന്നു. നിപ്പയും കൊറോണയും എല്ലാം പോയി കഴിഞ്ഞാൽ അവർ മാലാഖമാരെല്ലാം മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതി ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. കാരണം മാലാഖയായാൽ അവർക്ക് ചിറകുകളുണ്ടാകും, നഴ്സുമാർക്ക് ചിറകുകളില്ല. നഴ്സുമാർക്ക് കുടുംബമുണ്ട്. നഴ്സുമാർക്ക് ജീവിക്കാൻ മതിയായ ശമ്പളം വേണം. നമ്മൾ ചോദിക്കുന്നത് എത്രയാ? 1333 രൂപ.
2016 നമുക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ തുക 10 വർഷത്തിനിപ്പുറം നമ്മൾ ആവശ്യപ്പെടുന്നു. അപ്പൊ ചിലർ ചോദിക്കുന്നു, ഇലക്ഷൻ അടുത്തപ്പോ നിങ്ങൾ എന്താ സമരവും കൊണ്ട് ഇറങ്ങിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണോ? യഥാർത്ഥത്തിൽ ഇലക്ഷൻ സമയമാണ് സാധാരണക്കാരന് വിലയുള്ള ഏക സമയമെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ വിമർശിക്കുന്നവരുണ്ടല്ലോ, 2016 അന്നത്തെ സർക്കാരിനെതിരെ ഇതേപോലെ സമരം ചെയ്തപ്പോ അന്ന് നമ്മുടെ വേദിയിൽ വന്ന് നമുക്ക് വേണ്ടി പറഞ്ഞവരാണ് ഇന്നത്തെ ഭരണാധികാരികൾ. അവർ ഭരണത്തിലേറിയപ്പോ നഴ്സുമാരും വേണ്ട, ആരും വേണ്ട. ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ 28 ലക്ഷം നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളുടെയും കരുത്ത് എന്താണെന്ന് ഈ ഇലക്ഷനിൽ നിങ്ങൾ അറിയും. അവ പലരും ചോദിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെയാണല്ലോ നിങ്ങൾ ഉദ്ഘാടനം വിളിച്ചത്, അദ്ദേഹമാണോ നിങ്ങളെ ഈ സമരത്തിലേക്ക് നയിച്ചത്? അദ്ദേഹം നമ്മോട് സമരം ചെയ്യാനെന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തെ നമ്മൾ കർണാടകയിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞാൻ ആലപ്പുഴ അദ്ദേഹത്തിന് പോയി കണ്ടു. മണിക്കൂറുകൾക്കുള്ളിൽ കർണാടകയിലെ മന്ത്രിമാരെ വിളിക്കുകയും അതിന് ഏറ്റവും കൂടുതൽ സ്ഥാനം അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും എടുത്ത് ശരത്തിനാണ് കൊടുത്തത്. ശരത്താണ് അവിടെ ഓരോ സമയത്തും, കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നത് കർണാടകയാണ് ചെറിയൊരു, കാരണം നിങ്ങൾക്കറിയാലോ മാനേജ്മെന്റിലൊക്കെ ഗണ്ണൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുക. ആ സ്ഥലത്ത് ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മൾ. അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള സഹായവും KC വേണുഗോപാൽ അവർ പറഞ്ഞപ്പോൾ അവിടുത്തെ ആരോഗ്യമന്ത്രി, അവിടുത്തെ മെഡിക്കൽ മന്ത്രി, അവിടുത്തെ ന്യൂനപക്ഷ മന്ത്രി, എനിക്ക് തോന്നുന്നു ഒരു മന്ത്രിസഭയിലെ 3 ആളുകളും നമുക്കൊപ്പം ചേർന്ന് നിന്നു. ആ നന്ദി KC വേണുഗോപാൽ അവരോട് ഈ സംഘടനക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. അദ്ദേഹം നമ്മുടെ ഫെബ്രുവരി 21 പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്താ UDF അധികാരത്തിൽ വന്ന 100 ദിന കർമ്മദിന പരിപാടിയായി 40,000 രൂപ പ്രഖ്യാപിക്കാം. അദ്ദേഹം അത് പാലിക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അനുഭവത്തിലൂടെ ഞങ്ങളത് മനസ്സിലാക്കുകയാണ്. അതുപോലെ രാജീവ് ചന്ദ്രശേഖർ അവരോട് ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും അദ്ദേഹം വിചാരിച്ചാൽ അവരാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി. നമ്മുടെ മുദ്രാവാക്യങ്ങൾ നിറവേറപ്പെടും. കരുത്തുറ്റ പിന്തുണ നമുക്കിവിടെ തരാൻ പറ്റും. ഉജ്ജ്വലമായ നിലപാടുള്ളവരാണവർ. ഞങ്ങൾ KC വേണുഗോപാൽ അവരോടും പറയുന്നത്, ഇത് ഞങ്ങളുടെ ഒരു അന്തിമ പോരാട്ടമായി ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ അങ്ങേ പോലുള്ളവരൊക്കെ അധികാരത്തിലെത്തുകയാണെങ്കിൽ ഞങ്ങളെ മറക്കരുത് എന്നുള്ളൊരു കാര്യം പറയാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. 2011 നവംബർ 16 ഈ പ്രസ്ഥാനം തുടങ്ങിയ അന്ന് മുതൽ സമരത്തിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ബഹുമാനപ്പെട്ട തൊഴിലുവകുപ്പ് മന്ത്രി, മുൻ തൊഴിലുവകുപ്പ് മന്ത്രി ഷിബു ബേബി അവർ പറഞ്ഞില്ലേ, അദ്ദേഹം 35,000 രൂപ 2016 തരാൻ തയ്യാറാണ് എന്ന് നമുക്ക് കൃത്യമായി വാക്ക് തന്നാണ് ഇന്ന് ഇവരെ നടപ്പിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന് മുമ്പ് ഭരണം പോയി. പക്ഷേ 2018 നാം എത്ര വലിയ സഹന സമരം നടത്തി. എന്തിനാണ് നമ്മളെ ഇങ്ങനെ തെരുവിലേക്ക് ഇറക്കുന്നത് സർക്കാരുകൾ? രാഷ്ട്രീയപരമായ നിലപാടെടുക്കാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് താല്പര്യമില്ല. സ്വതന്ത്രമായ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നഴ്സുമാരുടെ അവകാശങ്ങൾ ലംഘിക്കാൻ തീരുമാനിച്ചാൽ ഏത് സർക്കാരിനെയും മുട്ടുകുത്തിക്കാനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിനുള്ളത് വരും ദിവസങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അത്യാഹിത വിഭാഗങ്ങളിൽ മിനിമം സ്റ്റാഫിനെ കൊടുത്തു. നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. ആ മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ ഈ സമരം കൊണ്ടുപോകുന്നത്? എല്ലാ യൂണിറ്റ് നേതാക്കന്മാരും ഒരൊറ്റ നിലപാട് സ്വീകരിച്ചു, പണിമുടക്ക് തുടരണം. ഈ സംഘടനയ്ക്ക് ഇതിന് അണികൾ പറഞ്ഞാൽ, പ്രവർത്തകർ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സംഘടനയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം തീരുമാനിച്ചിരിക്കുന്നു ഈ പണിമുടക്ക് നാളെ മുതൽ കൂടുതൽ ശക്തമാക്കാനും 1/3 ജീവനക്കാരെ അടുത്ത 3 ദിവസം ആശുപത്രി കൊടുക്കും. എങ്ങനെ? ഇപ്പൊ അത്യാഹിത വിഭാഗങ്ങളിലുള്ള രോഗികൾക്ക് മറ്റാശുപത്രികളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോകാനോ? സർക്കാർ അങ്ങനെയല്ല പറയുന്നത്. സർക്കാർ ആശുപത്രി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വളരെ വിശാലമാണ്. ആയിക്കോട്ടെ. സ്വകാര്യ ആശുപത്രികൾ വലിയ കോർപ്പറേറ്റുകളാണെന്നല്ല പറഞ്ഞത്. ആയിക്കോട്ടെ. ഈ കോർപ്പറേറ്റുകളെ ഭയമില്ലാത്ത സംഘടനയാണ് UN. ഈ പ്രസ്ഥാനങ്ങളെ ശക്തമായിട്ട് നിലക്ക് നിർത്താൻ ഈ സംഘടനക്കരാം. തൊഴിലുവകുപ്പ് മന്ത്രി പല മാധ്യമങ്ങളോട് പറയുന്നത്, മാനേജ്മെന്റുകൾ ഞങ്ങൾ പറഞ്ഞാൽ ശമ്പളം കൊടുക്കില്ല. കേരളത്തിലെ സർക്കാരിനെ മാനേജ്മെന്റുകൾക്ക് ഭയമില്ലാതിരിക്കാം, പക്ഷേ UN എന്നുള്ള പ്രസ്ഥാനത്തിന് കേരളത്തിലെ മുഴുവൻ മാനേജ്മെന്റുകൾക്കും ഭയമാണ്. ഇപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഫർഹാൻ യാസിൻ അവർ കിംസ് ഗ്രൂപ്പിന്റെ ഒരു ചങ്ങനപ്പ് ആശുപത്രിയുള്ള മാനേജ്മെന്റാണ്. അവർ പ്രഖ്യാപിച്ചാലോ 40,000 കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഈ വേദിയിൽ വന്നത്.
1333 രൂപ. പ്രിയപ്പെട്ടവരെ, നഴ്സിംഗ് ചാർജ് എടുത്ത് നോക്കുമ്പോ അതിന്റെ ബില്ല് 5000 20,000 വന്നപ്പോ അവിടെ ഒരു നഴ്സിന് കൊടുക്കാൻ മാത്രം ശമ്പളമില്ല. ഇപ്പോഴും ട്രെയിനി കുട്ടികളുടെ ശമ്പളം അല്ലെങ്കിൽ ഫ്രഷ് ആയി കയറുന്ന നഴ്സുമാരുടെ ശമ്പളം സർക്കാർ ഉത്തരവ് പ്രകാരം 10,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റാഫായിട്ട് കയറിയ 20,000 രൂപ. 600 രൂപ പോലും ശമ്പളം ഇല്ലാത്ത ഒരു വർഗം. അത് നമ്മുടെ ശക്തമായ UN യൂണിറ്റുകളില്ലാത്ത സംഘടന ഇല്ലാത്ത ആശുപത്രി നിങ്ങൾ ഒന്ന് പോയി നോക്കിയാ ഇന്നും 8,000 9,000 10,000. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ചിലപ്പോൾ സർക്കാരും മാനേജ്മെന്റും വിചാരിക്കുന്നുണ്ടാവും കുറെ പെണ്ണുങ്ങളാണല്ലോ അല്ലെങ്കിൽ വനിതകളാണല്ലോ ഈ സംഘടനയുള്ളത്, അവർ കുറച്ച് ചൂടടിക്കുമ്പോൾ എണീറ്റ് പോയിക്കൊള്ളുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ 9 മണിക്ക് എത്തിയതാണ് ഞങ്ങൾ. ഇന്ന് പുലരുവോളം നിൽക്കാൻ കരുത്തുള്ളവരാണ് ഈ സംഘടന മുഴുവൻ പേരും എന്നുള്ള തിരിച്ചറിവ് അധികാരികൾക്കുണ്ടാവണം. ഞങ്ങൾ അങ്ങനെ പിന്മാറുകയൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് വെന്റിലേറ്റർ രോഗികൾ, ICU രോഗികൾ, ഇവരെ എല്ലാവരെയും അടുത്ത 3 ദിവസം കൊണ്ട് ഇവർ എവിടേക്കാച്ചാൽ മാറ്റിക്കൊള്ളാം ആശുപത്രികൾ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഒരു കാരണവശാലും തിങ്കളാഴ്ച മുതൽ സർക്കാർ തിങ്കളാഴ്ചക്കുള്ള ഉത്തരവിറക്കിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഒരാശുപത്രിയിലും ഒരു ജീവനക്കാരൻ പോലും ഉണ്ടാക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് തരാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ആശുപത്രി മാനേജുകൾ പലരും പറയുന്നുണ്ടല്ലോ നഴ്സുമാർക്കെതിരെ നടപടി സ്വീകരിക്കും. ചങ്കൂറ്റമുണ്ട്. സ്വീകരിക്കണോ KPHക്കാരാ IMAക്കാരാ എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. കേരളത്തിൽ ഡോക്ടർമാർ ഇടക്കിടക്ക് പണിമുടക്കുണ്ടല്ലോ. അപ്പൊ ഇവർക്കൊന്നും പ്രശ്നമില്ല. അവർക്കറിയാം ഈ ആരോഗ്യ മേഖലയുടെ കരുത്ത് നട്ടല് എന്ന് പറയുന്നത് നഴ്സുമാരാണ്, ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരാണെന്നുള്ളത്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, 9-ാം തീയതി രാവിലെ നാം തൃശ്ശൂര് UN-യുടെ പ്രതി കൊണ്ട തൃശ്ശൂർ പേരിന്റെ മണ്ണിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയായിക്കൊണ്ട് നാം നടക്കും. എപ്പോഴാണോ സർക്കാരിന് ബോധം ഉദിക്കുന്നത് അപ്പൊ പ്രഖ്യാപിച്ചാൽ മതി, അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയി കയറിക്കോളാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇതൊരു അതിജീവന പോരാട്ടമാണ്. സർക്കാരിന് ഉത്തരവ് മാത്രം ഇറക്കിയാൽ മതി. ആ ഉത്തരവ് കൊണ്ട് നടപ്പിലാക്കാനും അത് വാങ്ങാനും നമുക്ക് കരുത്തുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു KC വേണുഗോപാൽ അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്നാണ് എന്നെ പോലുള്ളവരുടെ ആഗ്രഹം. അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങളുടെ ശമ്പള കാര്യത്തിലൊക്കെ ഉജ്ജ്വലമായ തീരുമാനമെടുത്ത് 40,000 രൂപ അടിയന്തിരമായി കിട്ടി. 40,000 രൂപയ്ക്ക് മുകളിൽ വേണം. 1,500 രൂപ വെച്ചിട്ടെങ്കിലും ശമ്പള പരിഷ്കരണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അത് നടപ്പിലാക്കി തരണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. നാളെ ആശുപത്രിയിൽ പണിമുടക്കുന്ന മുഴുവൻ പേരും ജില്ലാ കേന്ദ്രങ്ങൾ ഒത്തുകൂടുക. 9-ാം തീയതി മുതൽ നമ്മൾ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടന്നു തുടങ്ങും. എല്ലാവരും ഒരാഴ്ച 2 ആഴ്ചക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. നമുക്ക് ഒരുമിച്ച് നല്ല ഹരമായിട്ട് ഇങ്ങോട്ട് നടന്നു തുടങ്ങാം. അപ്പോ വിജയം കൈവരിക്കും വരെ ഈ പ്രസ്ഥാനം ഉജ്ജ്വലമായിട്ട് പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തപ്പെട്ട മുഴുവൻ ആളുകളെയും ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ MP യെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.